ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട വൺ വേർഡ്സ് ആണ്. PYQs എന്നാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും മലയാളം മീഡിയത്തിൻ്റെയും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്നുള്ളതാണ്. നമ്മുടെ ഉത്തരം വരുന്നത് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുകുമാർ സെൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ്. ഇനി താഷ്കന്റ് എഗ്രിമെന്റ് ആരൊക്കെ തമ്മിലാണ് സൈൻ ചെയ്തത്? താഷ്കന്റ് എഗ്രിമെന്റ് ലാൽ ബഹദൂർ ശാസ്ത്രിയും ആയൂബ് ഖാനും കൂടി ചേർന്നിട്ടാണ് കേട്ടോ. താഷ്കന്റ് എഗ്രിമെന്റ് ലാൽ ബഹദൂർ ശാസ്ത്രി ആൻഡ് ആയൂബ് ഖാൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നോക്കൂ, ഫൈൻഡ് ഔട്ട് ദ പേഴ്സണാലിറ്റി ഹു വൺ ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഓഫ് 69. അപ്പോൾ 69 പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ജയിച്ച വ്യക്തി ആരാണ്? വി ഗിരിയാണ് കേട്ടോ. വി ഗിരിയാണ് 69 പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. വി ഗിരിയാണ്. ഇനി ദളിത് പാന്തേഴ്സ് എവിടെയാണ് വന്നത്? 1972 ദളിത് പാന്തേഴ്സ് എവിടെയാണ് ഫോം ചെയ്തത്? ആ ഒരു മൂവ്മെന്റ് ദാറ്റ് ഈസ് നമ്മുടെ മഹാരാഷ്ട്രയിലാണ് ദളിത് പാന്തേഴ്സ് ഫോം ചെയ്തിട്ടുള്ളത്. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. എന്താ പറയുക, ജനുവരി 1988 അറൌണ്ട് 20,000 farmers had gathered in the city of Meerut, Uttar Pradesh, protesting against the increase of electricity rates. These farmers were members of the dash organization. ഏത് ഓർഗനൈസേഷൻ മെമ്പേഴ്സ് ആണ് ഇവർ? ഭാരതീയ കിസാൻ യൂണിയൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ഭാരതീയ കിസാൻ യൂണിയൻ ആണ് കേട്ടോ. ഇനി നോക്കൂ, ഹൂ ഇനിഷ്യേറ്റഡ് റിഫോംസ് ഇൻ ദ USSR ഇൻ 1985. ആരാണ് നമ്മുടെ സോവിയറ്റ് യൂണിയൻ മീൻസ് USSRൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്? മിഖായിൽ ഗോർബച്ചേവ്, അല്ലെങ്കിൽ ഗോർബച്ചേവ് എന്ന് എഴുതുക. മിഖായിൽ ഗോർബച്ചേവ് ആണ് എന്ത് ചെയ്തത്? USSRൽ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ഏഴാമത്തെ ചോദ്യം, ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഈ 4 ഓപ്ഷൻസിലും സൗത്ത് ഏഷ്യനെ കുറിച്ചിട്ട് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓൾ ദ കൺട്രീസ് ഇൻ സൗത്ത് ഏഷ്യ ആർ ഡെമോക്രാറ്റിക്. എവിടെ പറയുന്നു? സൗത്ത് ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളും ഡെമോക്രാറ്റിക് ആണ്, ജനാധിപത്യമുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. ഓക്കെ, ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഇനി എട്ടാമത്തെ നോക്കൂ, സുന്ദർലാൽ ബഹുഗുണ ഏത് മൂവ്മെൻറ്റുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? ചിപ്കോ മൂവ്മെൻ്റ് ആണ്. ചിപ്കോ പ്രസ്ഥാനം, ചിപ്കോ മൂവ്മെൻറ്റ്. സുന്ദർലാൽ ബഹുഗുണ. മേധാ പട്കർ ഏത് മൂവ്മെൻ്റ് ആണ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഓക്കെ, മേധാ പട്കർ നർമ്മദ ബച്ചാവോ ആന്തോളൻ ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഇതിനെ ഒന്ന് ഫുൾ ഫോം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. 9ാമത്തെ ചോദ്യത്തിൽ നാറ്റോയും നാമും തന്നിട്ടുണ്ട്. സോ നാറ്റോ എന്ന് പറയുന്നത് നമുക്ക് അറിയായിരിക്കും എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് എന്താ നാറ്റോ എന്ന് പറയുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നാം എന്ന് പറയുന്നത് എന്താണ്? നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ആണ് കേട്ടോ. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. 10ാമത്തെ ചോദ്യം, ദ UN സെക്യൂരിറ്റി കൗൺസിൽ ഹാസ് ഡാഷ് പെർമനന്റ് ആൻഡ് ഡാഷ് നോൺ പെർമനന്റ് മെമ്പേഴ്സ്. UN സെക്യൂരിറ്റി കൗൺസിൽ എത്ര പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട്? 5 പെർമനന്റ് മെമ്പേഴ്സും അതുപോലെ തന്നെ 10 നോൺ പെർമനൻറ്റ് മെമ്പേഴ്സുമാണ് ഉള്ളത് കേട്ടോ. 5 പെർമനൻറ്റ് മെമ്പേഴ്സും 10 നോൺ പെർമനൻറ്റ് മെമ്പേഴ്സും ഉണ്ട്. 11ാമത്തെ ചോദ്യം നോക്കൂ, ഫസ്റ്റ് ഗൾഫ് വാർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഗൾഫ് വാർ ഏതാണ്? ഇതിൽ മാച്ച് ദ ഫോളോവിംഗ് ആണ്. ഫസ്റ്റ് ഗൾഫ് വാർ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം ആണ്. ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം ആണ് ഫസ്റ്റ് ഗൾഫ് വാർ. ഗ്ലോബൽ വാർ ഓൺ ടെറർ ഏതാണ്? ഓപ്പറേഷൻ എൻഡ്വറിംഗ് ഫ്രീഡം ആണ് എന്താ? ഗ്ലോബൽ വാർ ഓൺ ടെറർ എന്ന് പറയുന്നത്. സെക്കൻഡ് ഗൾഫ് വാർ ഏതാ? ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. ഫസ്റ്റ് ഗൾഫ് വാർ ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം, ഗ്ലോബൽ വാർ ഓൺ ടെറർ ഓപ്പറേഷൻ എൻഡ്വറിംഗ് ഫ്രീഡം, സെക്കൻഡ് ഗൾഫ് വാർ ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. ഇനി നമുക്ക് മലയാളം മീഡിയത്തിലെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. എടാ, നിങ്ങൾക്കിപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓണപരീക്ഷയുടെ പോർഷൻസിൽ നിന്നാണ് കൂടുതലായിട്ടും ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നോക്കൂ, ഇന്ത്യയുടെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ ആണ്. ഞാൻ പറയുന്നതേ ഉള്ളൂ, സുകുമാർ സെൻ ആണ് കേട്ടോ. ഇനി താഷ്കന്റ് ഉടമ്പടി ഒപ്പുവെച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രിയും ഡേഷും ആയിട്ടാണ്. ആരൊക്കെയാണ്? യെസ്, നമ്മുടെ ആയൂബ് ഖാൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആയൂബ് ഖാൻ ആണ് കേട്ടോ. ഇനി നോക്കൂ, 3ാമത്തെ ചോദ്യം, 69 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. വി ഗിരിയാണ് കേട്ടോ വിജയിച്ചത്. ഇനി 72 ദളിത് പാന്തേഴ്സ് രൂപം കൊണ്ട സംസ്ഥാനം എവിടെയാണ്? ദളിത് പാന്തേഴ്സ് എവിടെയാണ് വന്നത്? ഓപ്ഷൻ സി മഹാരാഷ്ട്രയാണ് ആൻസർ വരുന്നത്. 5ാമത്തെ ചോദ്യം, 88 ജനുവരിയിൽ ഏകദേശം 20,000 കർഷകർ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഉത്തർപ്രദേശിലെ മീററ്റിൽ ഒത്തുകൂടി. ഈ കർഷകർ ഏത് സംഘടനയിലെ അംഗങ്ങളാണ്? ഏത് സംഘടനയാണെന്ന് ചോദിച്ചാലേ നമ്മുടെ ഓപ്ഷൻ സി ആണ്, ഭാരതീയ കിസാൻ യൂണിയൻ. ഓക്കെ, 5ാമത്തെ ഉത്തരം ഏതാ? ഓപ്ഷൻ സി, ഭാരതീയ കിസാൻ യൂണിയൻ ആണ്. ഇനി 6ാമത്തെ ചോദ്യം നോക്കൂ, 85 സോവിയറ്റ് യൂണിയനിൽ പരിഷ്കാരങ്ങൾ ആരംഭിച്ച നേതാവ് ആരാണ്? യെസ്, നമ്മുടെ മിഖായിൽ ഗോർബച്ചേവ് ആണ് കേട്ടോ. ഞാൻ ഉത്തരം പറയുന്നുണ്ട്, മിഖായിൽ ഗോർബച്ചേവ് ആണ് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. ഇനി നോക്കൂ, 7ാമത്തെ ചോദ്യം, ദക്ഷിണ ഏഷ്യയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ഇതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ദക്ഷിണേഷ്യയിലെ എല്ലാ രാജ്യങ്ങളും
എന്താണ് ജനാധിപത്യ ഭരണം എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ദക്ഷിണേഷ്യയിലെ എല്ലാ രാജ്യങ്ങൾക്കും ജനാധിപത്യമൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഏഴാമത്തെ ചോദ്യം നോക്കൂ. സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്നത് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ചിപ്കോ പ്രസ്ഥാനം. ഓക്കെ, സുന്ദർലാൽ ബഹുഗുണ ചിപ്കോ പ്രസ്ഥാനമാണ്. മേധാ പട്കർ ഏത് പ്രസ്ഥാനമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? നർമ്മദ ബച്ചാവോ ആന്തോളനാണ് കേട്ടോ. മേധാ പട്കർ, നർമ്മദ ബച്ചാവോ ആന്തോളൻ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പൂർണ്ണരൂപം എഴുതാൻ വേണ്ടിയിട്ടാണ് നാറ്റോയും നേമും. നാറ്റോ എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഇംഗ്ലീഷിലാണല്ലോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നാം എന്ന് പറയുന്നത് എന്താണ്? യെസ്, നമ്മുടെ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ആണ് നാം എന്ന് പറയുന്നത്. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. UN സുരക്ഷാ സമിതിയിൽ ഡേഷ് സ്ഥിരാംഗങ്ങളും ഡേഷ് അസ്ഥിരാംഗങ്ങളും ഉണ്ട്. എന്താണ്? 5 സ്ഥിരാംഗങ്ങളും അതുപോലെ തന്നെ 10 അസ്ഥിരാംഗങ്ങളുമാണ് ഉള്ളത്. ഇനി ചേരുംപടി ചേർക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒന്നാം ഗൾഫ് യുദ്ധം. ഇത് വളരെ പ്രധാനമാണ്. ഒന്നാം ഗൾഫ് യുദ്ധം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം ആണ്. ഒന്നാം ഗൾഫ് യുദ്ധം ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം. ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം എന്ന് പറയുന്നത് ഓപ്പറേഷൻ എൻഡ്വറിംഗ് ഫ്രീഡം ആണ്. ഓപ്പറേഷൻ എൻഡ്വറിംഗ് ഫ്രീഡം ആണ് ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം. ഇനി രണ്ടാം ഗൾഫ് യുദ്ധം ഏതാണ്? ഇതാണ് കേട്ടോ, ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. ഓക്കെ, രണ്ടാം ഗൾഫ് യുദ്ധം ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് 2024 ചോദ്യ പേപ്പറാണ് കേട്ടോ. ഇതാ കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓണപരീക്ഷയുടെ ചോദ്യങ്ങൾ 1 വേർഡ്സ് എന്താ കണ്ടോ നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അത് മാത്രമല്ല, മാക്സിമം ഓണപരീക്ഷയുടെ പോർഷൻസും ക്രിസ്മസ് പരീക്ഷയുടെ പോർഷൻ പഠിച്ചതിന് ശേഷം വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വായിക്കാൻ പറ്റുന്നതൊക്കെ ഒന്ന് വായിച്ചിട്ട് പോകണം കേട്ടോ. എടാ, പിന്നെ നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ചോദിക്കുന്നതെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓണപരീക്ഷ സമയത്ത് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ്. സോ അത് കണ്ടു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ആ പോർഷനിൽ നിന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയും 1 വേർഡ്സ് വീഡിയോ വരുന്നതാണ് കേട്ടോ പിറകെ.